എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ വരുമ്പം ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നത്. ഇപ്രാവശ്യം ചോദിച്ചു, പക്ഷെ ആ ചോദ്യം ഒരുമാതിരി ശ്രീധുവിനെ പൊക്കി പറയുന്ന പോലെ ആയിപ്പോയി എന്ന് തോന്നുന്നു. ശ്രീധുവിനോട് അഭിപ്രായം ചോദിച്ചു, പിന്നെ എല്ലാവരും കൂടെ കാക്കക്കൂട്ടി കല്ലിട്ടതുപോലെ ഇങ്ങനെ കിടന്നങ്ങ് പറയുക ശ്രീധു പ്രമാദം, ശ്രീധു സൂപ്പർ എന്ന് ഒരാൾ തുടങ്ങിയതേ ഉള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞു. ഇതിനിടയിൽ ആരെങ്കിലും മോശം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തത്തില്ലേ? അതായിരുന്നു അവസ്ഥ. ഈ സ്ഥാനത്ത് എത്രയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പറയുന്ന ഗെയിം പോലും, കോയിൻ ടാസ്ക് പോലും നേരെ ചൊവ്വേ ക്യാപ്റ്റന് നടത്താൻ പറ്റിയില്ലെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു. ക്യാപ്റ്റൻ എന്തുകൊണ്ട് അധികാരം പ്രയോഗിച്ചില്ല എന്ന് ചോദിച്ചു. അത് തന്നെ ഒരു തെറ്റല്ലേ? അതുപോലെ അവിടെ രാവിലെ ആഹാരം ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാൻ പറ്റിയില്ല, അതും ക്യാപ്റ്റന് വന്നത്തെ ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും മത്സരാർത്ഥികൾ ആരും ഓർമ്മിപ്പിച്ചില്ല ലാലേട്ടനെ. പിന്നെ എനിക്ക് തോന്നിയെന്ന് ഈ സ്ഥാനത്ത് ജിൻഡോയോ ജാസ്മിനോ ഗബ്രിയോ ആയിക്കോട്ടെ, എന്തായിരിക്കും ബഹളം. ഒരു വശത്തുനിന്ന് കുറ്റങ്ങൾ അങ്ങ് തുടങ്ങും. ഒരു വശം പ്രത്യേകിച്ച് ജിൻഡോ ആണെങ്കിൽ പിന്നെ പറയണ്ട. ഈ ബാക്കിയുള്ള 10-15 മത്സരാർത്ഥികളും ജിൻഡോയുടെ കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനു പറയുന്നു? ആരുമില്ലെങ്കിൽ നമ്മുടെ ഗബ്രിയും റസ്മിനും മാത്രം മതിയല്ലോ, പിന്നെ നോറയും പറയും കുറ്റം. അപ്പം വ്യക്തികളെ നോക്കിയാണ് ഇവിടെ കുറ്റങ്ങളും കുറ്റക്കേടുകളും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ബിഗ് ബോസിനും അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. ലാലേട്ടനെ കൊണ്ട് മനഃപൂർവ്വം സാധാരണ ചോദിക്കുന്നതാണ്, ക്യാപ്റ്റനെ പറ്റി എതിരഭിപ്രായം ഉള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. സാധാരണ കേസിൽ ആരും ഇല്ലെങ്കിലും നോറ ആ കാര്യത്തിലൊക്കെ എണ്ണിച്ചെന്ന് സംസാരിക്കും. നോറ ഈ പ്രാവശ്യം എണ്ണിക്കത്തില്ല, കാരണം നോറയുടെ ഫ്രണ്ടല്ലേ ശ്രീധു. പിന്നെ ജിൻഡോ അടുത്ത് അങ്ങനെ പ്രത്യേകം ചോദിച്ചതുമില്ല. ജിൻഡോ അടുത്ത് ചോദിച്ചു, പൊക്കി പറയുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ജിൻഡോയും പൊക്കി പറഞ്ഞു. അപ്പം മോശം അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ആ ചോദ്യം ഏതായാലും ജസ്റ്റ് ബിഗ് ബോസ് ഒഴിവാക്കി. അതുകൊണ്ട് ശ്രീധു മികച്ച ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു എന്ന് നമുക്കും പറയാൻ പറ്റത്തില്ലെങ്കിലും ശ്രീധുവിനും അർജുനും ഒക്കെ ഇങ്ങനെ മേനി കഴിച്ച് നടക്കാം എന്നേ ഉള്ളൂ. പിന്നെ ക്യാപ്റ്റൻസി മോശമല്ലായിരുന്നു, വളരെ ബോറും ക്യാപ്റ്റൻസി ഒന്നും അല്ലായിരുന്നു, ഈ പൊക്കം മാത്രമുള്ള ക്യാപ്റ്റൻസിയും അല്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ക്യാപ്റ്റൻ ശ്രീധു.